Welcome to MAPRA YouTube News. നമ്മുടെ സംസ്ഥാനം നമ്മൾ വളരെ അഭിമാനപൂർവ്വം ഇന്ത്യക്ക് മാതൃകയാണ് എന്ന് പറഞ്ഞതാണ്. എന്തെല്ലാം കാര്യത്തിലായിരുന്നു നമ്മൾ മാതൃക? വിദ്യാഭ്യാസത്തിലും ശുചിത്വത്തിലും ആരോഗ്യ പരിപാലനത്തിലും അങ്ങനെ പലതിലും അതവിടെ നിൽക്കട്ടെ. അതിനേക്കാളൊക്കെ ഏറ്റവും പ്രധാനമായിരുന്നത് നമ്മൾ പരസ്പര സൗഹാർദ്ദത്തോടു കൂടി ജീവിക്കുന്ന കാര്യത്തിൽ ഇന്ത്യക്ക് മാതൃകയായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ ആ മാതൃക പതുക്കെ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയല്ലേ. ഈ ഇടതുപക്ഷ ഗവൺമെൻറ് വിഷം ചീറ്റുന്ന, വർഗീയത ചീറ്റുന്ന ചില വ്യക്തികളെ എഴുന്നള്ളിച്ചു കൊണ്ട് നടക്കുകയല്ലേ. ജനങ്ങളെ വിവിധ മതസ്ഥരായി ഡിവൈഡ് ചെയ്യുന്ന ഓപ്പൺ പ്രസ്താവനകൾ ഇറക്കുന്നതിൽ ഒരു മടിയും കാണിക്കാത്ത ചില നേതാക്കളെയൊക്കെ കൊണ്ടുവന്ന് വേദിയിലിരുത്തി ഗവൺമെൻറ്റിലെ മന്ത്രിമാർ, മുഖ്യമന്ത്രി എന്താണ് ചെയ്യുന്നത്? ഈ സമൂഹത്തെ ഡിവൈഡ് ചെയ്യുകയാണ്. പതുക്കെ നമ്മൾ അറിയാതെ ഇവിടെയും വർഗീയവൽക്കരിക്കുകയാണ്. അത് വലിയ അപകടമാണ്. BJP ഇന്ത്യയിൽ വർഗീയത ഒരു കാർഡ് ആക്കി ഇറക്കി ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്നത് പോലെ കേരളത്തിലും വർഗീയത ഉപയോഗിച്ച് ആളുകളെ ഡിവൈഡ് ചെയ്ത് ജനകീയ പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്ന കൾച്ചർ സമീപനം വന്നിരിക്കുന്നു. ഇതിനെതിരായി നമ്മൾ പ്രതികരിച്ചില്ല എങ്കിൽ കേരളവും മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ ഉണ്ടായ സംഭവവികാസങ്ങൾ അനുദിനം നടക്കുന്ന ഒരു സ്റ്റേറ്റായി മാറും. നമ്മുടെ ആളുകൾ പരസ്പരം വൈരാഗ്യത്തോടു കൂടി കാണുന്ന സ്ഥിതി വരും. അതില്ലാതാക്കാൻ വേണ്ടി ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ പ്രതികരിക്കേണ്ടതുണ്ട്. അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പോടുകൂടി ഇവിടുത്തെ സംവിധാനം മാറേണ്ടതുണ്ട്. അതിനുവേണ്ടി എല്ലാവരും ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങണമെന്നാണ് ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ പറയാനുള്ളത്. Thank you.